വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. എല്ലാവരുടെയും റിക്വസ്റ്റ് പോലെ തന്നെ ഇന്നും ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ വീട്ടിലൊക്കെ സമൂസ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമുക്കതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ലുക്കിലാണെങ്കിലും ടേസ്റ്റിലാണെങ്കിലും ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിന് ഞാൻ അടുപ്പത്ത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓയിലാണ് ഈ ഒരു ഫില്ലിങ് ചെയ്യുന്നത്, കോക്കനട്ട് ഓയിലല്ല. ഇനി ഇതിലേക്ക് നമുക്ക് മിൻസ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് വളരെ ചെറിയ പീസായിട്ട് ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിനായിട്ടുള്ള കുരുമുളക് പൊടിയും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചിക്കൻ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. മിൻസ് ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒരുപാട് ചേരുവകളും വേണ്ട. ചിക്കൻ ഒന്ന് പകുതി കുക്കായ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സവാള ചെറുതായി നുറുക്കിയതും അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മൾ മസാലയായിട്ട് ഇതിൽ ചേർക്കുന്ന സാധനം. ഇനി ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമുക്ക് ഈ ഫില്ലിങ്ങിലുള്ള മെയിൻ സാധനം ഇടേണ്ടത്. വേറെ ഒന്നുമല്ല, നമ്മളിതിനകത്തേക്ക് കുറച്ച് ക്രീം ചീസ് ഇടാനായിട്ട് പോവാണ്. ചെഡാർ ചീസും മൊസറല്ല ചീസും ഒന്നുമല്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ക്രീം ചീസിൻ്റെ ട്രയാങ്കിൾ ചീസ് വരില്ലേ, പ്രോസസ്ഡ് ആയിട്ടുള്ള ആ ഒരു ചീസാണ്. ട്രയാങ്കിൾ ചീസ് ഇല്ലാത്തവർക്ക് സാധാരണ ടബിൽ വരുന്നതോ അല്ലെങ്കിൽ ജാറിൽ വരുന്നതോ ആയിട്ടുള്ള ക്രീം ചീസ് യൂസ് ചെയ്യാം. ഞാനിപ്പം 4 ട്രയാങ്കിളാണ് ഈ ഒരു മെഷർമെൻറ്റിലേക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന് പകരം 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആണ് നിങ്ങൾ ഈ ഒരു ചീസ് ഇടേണ്ടത്. അതിനുശേഷം ആ ചീസ് നന്നായിട്ട് ഈ ഒരു മിക്സ്ചറിലേക്ക് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. പക്ഷേ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ ഈ ഒരു ഔട്ടർ കവറിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സ്നാക്ക് ബോക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 സമൂസയുടെ ലീഫാണ് വേണ്ടത്. ആദ്യത്തെ ലീഫ് ഇതുപോലെ വയ്ക്കുക. അതിന് നടുവിലായിട്ട് കുറച്ച് മൈദ കലക്കിയത് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പ്ലസ് സൈന് പോലെ രണ്ടാമത്തെ സമൂസ ലീഫ് വെച്ചിട്ട് ഒന്ന് അമർത്തിയിട്ട് അതിനെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. അതിനുശേഷം നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന സമൂസ ലീഫില്ലേ, അത് ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ മടക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് വീണ്ടും കുറച്ച് മൈദ ഒന്ന് കലക്കിയത് തടവി കൊടുക്കുക. നമ്മൾ സാധാരണ സമൂസ ലീഫ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പോലെ തന്നെ മൈദ കലക്കിയാൽ മതി. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് തുറന്നൊന്നും പോവില്ല. ഇനി ഇതേപോലെ തന്നെ മുകളിൽ നിന്ന് നടുവിലേക്ക് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇതിൻ്റെയും എൻഡിൽ കുറച്ച് മൈദ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മേലോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇത് കറക്റ്റ് സ്ക്വയർ ഷേപ്പിലായി കിട്ടും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ സമൂസ ബോക്സും റെഡിയാക്കിയിട്ടെടുക്കുക. ഈസിയാണ് ഇതിൻ്റെ ഫോൾഡിങ്. സാധാരണ സമൂസ ഉണ്ടാക്കുന്ന അത്ര പോലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇത് മടക്കാനായിട്ട് വരില്ല. അതിനുശേഷം ഇത് ചൂടായ ഓയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഒരു സമൂസ ബോക്സ് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ്താറിൻ്റെ സമയമാവുന്ന ടൈമിൽ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല ചൂടോടുകൂടി നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇത് ഒരുപാട് നേരം ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പൊതുവേ നമ്മൾ നോമ്പിൻ്റെ സമയത്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്നാക്കുകൾ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതൊന്ന് ഓൾ എന്ന ഓപ്ഷൻ എടുത്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.